നമ്മൾ ഒരു ഖബറിടം സന്ദർശിക്കാൻ വേണ്ടി മഖ്ബറയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എന്തു പറയണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും നമുക്കെല്ലാവർക്കും അറിയുന്നതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മഖ്ബറയുടെ അരികിലേക്ക് എത്തിയാൽ, ഒരു ഖബർസ്ഥാനിൽ എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഫഖാല അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അവിടെ കിടക്കുന്ന ആ വിശ്വാസികളായ സമൂഹത്തിന് അവർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം പറയും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് പടച്ചറബ് ഉദ്ദേശിക്കുന്ന ഒരു സമയത്ത് ഞങ്ങളും നിങ്ങളോടൊപ്പം വന്നു ചേരുന്നതാണ് എന്ന് പറഞ്ഞ് ഖബറാളികൾക്ക് സലാം പറഞ്ഞ് സ്വന്തം മരണത്തെ, മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് ആ ഖബർ സന്ദർശിക്കുക, അവിടേക്ക് പ്രവേശിക്കുക എന്നതാണ് സന്ദർശനത്തിൽ ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു കാര്യം. രണ്ടാമത്തെ ഒന്ന്, എന്താണ് ആ സന്ദർശനത്തിന്റെ ലക്ഷ്യം? എന്തിനാണ് നമ്മൾ ഖബർ സന്ദർശിക്കുന്നത്? മേൽ പറഞ്ഞ കുൻതു നഹൈതുകും എന്ന് തുടങ്ങുന്ന, ഞാൻ നിങ്ങൾക്ക് ഖബർ സന്ദർശനത്തെ നേരത്തെ വിരോധിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസിൽ അലാ ഫസൂറുഹ, നിങ്ങൾ ഇനി അതിനെ സന്ദർശിക്കുക എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു പറഞ്ഞത്, ഫഇന്നഹാ തുരിഖുൽ ഖൽബ് വതുദ്മിഉൽ ഐൻ തുദക്കിറുൽ ആഖിറ, തീർച്ചയായും അത് ഹൃദയത്തെ ലോലമാക്കും. ഹൃദയത്തെ ലോലമാക്കുന്ന, കണ്ണിനെ നിറക്കുന്ന പരലോക ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഖബറിടങ്ങളെ സന്ദർശിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. മനുഷ്യന്റെ ഹൃദയം ലോലമാകും. ആരാണ് അവിടെ കിടക്കുന്നത്? ഉമ്മയാണ്, ബാപ്പയാണ്, പ്രിയതമയാണ്, മക്കളാണ്, അതുപോലെ തന്നെ തൻ്റെ സഹോദരനാണ്, തൻ്റെ കൂടെ ജീവിച്ച ആദർശ സുഹൃത്താണ്, കച്ചവടത്തിൽ കൂടെയുണ്ടായിരുന്നതാണ്. ഇനി അതൊന്നുമല്ലെങ്കിലും തന്നെപ്പോലെ മജ്ജയും മാംസവും രക്തവുമായി ഈ ദുനിയാവിൽ ആരോഗ്യപൂർവ്വം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ ഹൃദയം ലോലമാകും. അതിനെക്കുറിച്ച്, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ണു നിറയും. എനിക്കും ഒരു പരലോക ജീവിതം വരാനുണ്ട് എന്ന ചിന്ത മനുഷ്യന്റെ മനസ്സിലേക്ക് വരും. ഇത്തരം ഹദീസുകളെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഖബറിടങ്ങൾ എന്ന് പറഞ്ഞാൽ വാശിയില്ലാത്ത, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ ആളുകൾ കഴിയുന്ന ഒരു ഇടമാണ്. അവിടെ വാശിയും പകയും വിദ്വേഷമൊന്നും നമുക്ക് കാണാനാവുകയില്ല എന്നാണ്. അതുകൊണ്ട് ആ ചിന്ത വരണം ഖബർ സന്ദർശിക്കുമ്പോൾ. ഇപ്പൊ ചില ആളുകൾ എന്തുകൊണ്ട് ഖബറിടങ്ങൾ പൂന്തോട്ടമാക്കിക്കൂടാ എന്നൊക്കെ സോഷ്യൽ മീഡിയകളിൽ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടേക്കൊന്ന് വെട്ടിത്തെളിച്ച് കുറച്ചൊരു പാർക്ക് പോലെ ഒരു പൂവും ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു ഉല്ലാസത്തിന്റെ മനസ്സല്ല ഒരാൾക്ക് ഖബർ സന്ദർശിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്നുകൂടി ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കണം. മൂന്നാമത്തെ കാര്യം, സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, അവർക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. ഖബറിൽ കിടക്കുന്ന മനുഷ്യർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അന്ന ഫീ സിയാറത്തിൽ മഖാബിർ നഫ്അൻ ലിൽ ഹയ്യി വലിൽ മയ്യിത്ത്, ഖബറുകൾ സന്ദർശിക്കുന്നതിലൂടെ ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും അതിലൂടെ ചില നേട്ടങ്ങളുണ്ട്. ലിൽ ഹയ്യി, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് എന്താണ് നേട്ടം? അത് ബി തദക്കുരിഹിൽ മൗത്ത് വൽ ആഖിറ, അതുവഴി അയാൾക്ക് മരണത്തെ, പരലോകത്തെ ചിന്തിക്കാൻ കഴിയും. വലിൽ മയ്യിത്തി ബിദ്ദുആഇ ലഹു, മയ്യത്തിന്, ഒരാൾ ഖബർ സന്ദർശിക്കുന്നതിലൂടെ മയ്യത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണ്? അയാൾക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കപ്പെടും. അയാളുടെ പരലോക ജീവിതത്തിന്റെ ഹൈറിന് വേണ്ടി പ്രാർത്ഥന ലഭിക്കും എന്നത് അയാൾക്കുള്ള നേട്ടം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ചെറിയൊരു തെറ്റിദ്ധാരണ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖബറിന്റെ അടുത്ത് ചെന്നാൽ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കുറെ ദിവസമായി ഉപ്പാന്റെ ഖബർ സന്ദർശിച്ചിട്ട് ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥന എവിടെ വെച്ചും നമുക്ക് നിർവഹിക്കാം. സന്ദർശിക്കുന്ന വേളയിലും അത് നിർവഹിക്കണം എന്നതുകൂടി നമ്മൾ ചേർത്ത് പഠിക്കേണ്ടതാണ്. സന്ദർശനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം സ്ത്രീകളുടെ സന്ദർശനമാണ്. നേരത്തെ എന്തുകൊണ്ട് ഖബറിടങ്ങളെ അലങ്കരിച്ചുകൂടാ എന്ന് ചോദിക്കുന്ന ചില ആളുകൾ തുടർന്ന് ചോദിച്ചത്, യഥേഷ്ടം സ്ത്രീകൾക്ക് സന്ദർശിക്കുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് ഖബറിടങ്ങളിൽ ഉണ്ടാക്കിക്കൂടാ എന്നതാണ് അവരുടെ ഒരു അഭ്യർത്ഥനയായി പണ്ഡിതന്മാരുടെ മുന്നിൽ അത്തരം ആളുകൾ വെച്ച ഒരു ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന സവാറാത്തിൽ ഖുബൂർ, ധാരാളമായി ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ
ശപിച്ചിരിക്കുന്നു, ശപിക്കപ്പെട്ടിരിക്കുന്നു അവർ എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. എന്തുകൊണ്ട്? എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തവണയൊക്കെ സന്ദർശിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ സന്ദർശിച്ചതിനെ അല്ല. എന്നാലും പണ്ഡിതന്മാർ അതുപോലും വേണോ എന്ന ചർച്ചകൾ നമുക്ക് പണ്ഡിത ലോകത്ത് കാണാൻ കഴിയും. എന്തായാലും ഒരു സുന്നത്തായി പുണ്യകരമായി സ്ത്രീകൾക്ക് ഖബർ സന്ദർശനത്തെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ധാരാളമായി പുരുഷന്മാർ നിർവഹിക്കുന്നത് പോലെ നിർവഹിക്കുക എന്നത് തെറ്റായി വെറുക്കപ്പെട്ട കാര്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തു. നമുക്ക് കാണാം, ഒരു ആണിനെ പോലെ പിടിച്ചു നിൽക്കാനും ക്ഷമിച്ചു നിൽക്കാനും ഒരു പെണ്ണിന് പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ സാധിക്കുകയില്ല. ഹൃദയം കുറച്ചുകൂടി ലോലമായത് കൊണ്ട് തന്നെ അവരുടെ നിയന്ത്രണം വിട്ടുപോവുകയും പലപ്പോഴും അത് ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപത്തിലേക്ക് പലതും വഴിമാറിപ്പോവുകയും ചെയ്യും എന്നതുകൂടി അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാനാകും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സഹോദരങ്ങളെ ഖബർ സന്ദർശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്രകാരം തന്നെ രണ്ടാമത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ലക്ഷ്യം മാറുന്ന ചില സന്ദർശനങ്ങളുണ്ട്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ പോലും നമ്മൾ എടുത്തു നോക്കിയാൽ ഖബറിടങ്ങളിൽ സന്ദർശിച്ച് ലക്ഷ്യം തെറ്റുന്ന സന്ദർശനങ്ങളെ നമുക്ക് നമ്മളുടെ പരിസരങ്ങളിൽ പോലും കാണാനാകും. അവിടെ സന്ദർശിക്കുകയും അവിടെ മറവ് ചെയ്യപ്പെട്ട ആളുകളോട് പ്രാർത്ഥിക്കുകയും അവരിൽ നിന്ന് ബറക്കത്തെടുക്കുകയും ഖബറിന്റെ മുൻപിൽ സുജൂദ് ചെയ്യുകയും അതിനെ ആരാധനയുടെ കേന്ദ്രമാക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. സുജൂദുകൾ നിർവഹിക്കപ്പെടുന്ന, ബറക്കത്തെടുക്കുന്ന, ആരാധന നിർവഹിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി എന്റെ ഖബറിനെ മാറ്റരുത്. പ്രാർത്ഥനയെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. തങ്ങളുടെ അമ്പിയാക്കളെ, അവരുടെ ഖബറിടങ്ങളെ സുജൂദ് ചെയ്യുന്ന കേന്ദ്രമാക്കിയ ആളുകൾ, അവരോട് കഠിനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാനാകും. അതുകൊണ്ട് ഈ വഴിമാറുന്ന ഖബർ സന്ദർശനങ്ങൾ, അവിടെ പോയി പ്രാർത്ഥിക്കുക, അവിടെ പോയി സുജൂദ് ചെയ്യുക. യാത്ര തുടങ്ങുമ്പോൾ ഹജ്ജിന് വേണ്ടിയാണ് യാത്ര പോകുന്നതെങ്കിൽ പോലും ഖബറിടങ്ങളിൽ പോയി ബറക്കത്തെടുത്തു പോകണമെന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന, ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനാകും. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഖബറുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യം, ഖബറുമേൽ ഒഴിവാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമുണ്ട്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ യുജസ്സസൽ ഖബർ വ യുഖഅദ അലൈഹി വ യുബ്ന അലൈഹി. ഖബറുകൾ അലങ്കരിച്ച് കുമ്മായമടിച്ച് അതിൽ എടുപ്പുണ്ടാക്കി അതിന്മേൽ ഇരിക്കുക. ഖബറുമേൽ ഇരിക്കുന്നത്, ഖബറുകൾ കെട്ടിപ്പൊക്കുന്നത്, അതിന് കുമ്മായം പൂശി ഭംഗി വരുത്തി അലങ്കരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് കാണാനാകും. മാത്രവുമല്ല, അവിടങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്ന, പുരകെട്ടിയുമല്ലാതെയുമൊക്കെ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തജ്അലൂ ബുയൂതകും മഖാബിറ. നിങ്ങൾ നിങ്ങളുടെ ഖബറിടങ്ങൾ, വീടുകളെ ഖബർ പോലെയാക്കരുത്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഇറങ്ങിപ്പോകും. എന്താ അവിടെ കൂട്ടി വായിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറിടങ്ങളെ പോലെയാക്കരുത്. നിങ്ങൾ വീട്ടിൽ ഖുർആൻ ഓതണം. എന്താ ചേർത്ത് വായിക്കേണ്ടത്? ഖബറിടങ്ങൾ ഖുർആൻ പാരായണം നടക്കാത്ത ഇടമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകൾ എങ്ങനെയാകരുത്, അവിടെ ഖുർആൻ പാരായണം നടക്കണം എന്ന് പഠിപ്പിക്കുക വഴി ഖബറിടങ്ങളിൽ അത്തരം കാര്യങ്ങൾ പാടില്ല എന്നതുകൂടി തിരിച്ച് നമുക്ക് അത്തരം വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകും. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഖബർ കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നതുകൂടി മനസ്സിനോട് ചോദിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ പോലും എത്ര ഖബറുകളാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഈ വഴിയിലൂടെ എങ്ങോട്ട് വാഹനം ഓടിച്ചു പോയാലും പലയിടങ്ങളിൽ നമ്മൾ അത് കാണുന്നുണ്ട്. പക്ഷെ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് കിടക്കാനുള്ള ഇടമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅതൂൻ. മരണം വരുമ്പോൾ ചില ആളുകൾ പറയും, പടച്ചോനെ കുറച്ച് സമയം കൂടി തന്ന ഇനി ഞാൻ നന്മ ചെയ്യാം. പടച്ചോൻ അതിന് കൊടുക്കുന്ന മറുപടി, കല്ലാ ഇന്നഹാ കലിമ ഹുവ ഖായിലുഹാ. അതൊരു വെറും വാക്കാണ്, അതവൻ പറഞ്ഞുകൊണ്ടിരിക്കും. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബഅതൂൻ. ഇനി അവർക്ക് ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അവർക്ക് ചെന്ന് കിടക്കാനുള്ള ഇടം ബർസഖി ലോകമാണ്, അഥവാ ഖബർ ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഘട്ടമാണത്. സഹോദരങ്ങളെ, നമ്മൾ എന്താ ചിന്തിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു
അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു തോട്ടത്തിലിരിക്കെ അതിന്റെ കവാടത്തിൽ ഒരാൾ വന്ന് തട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, തുറന്നു കൊടുക്കൂ, വരുന്ന വ്യക്തിയോട് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കൂ. ആ കടന്നു വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഖബർ കാണുമ്പോൾ കരഞ്ഞു. ആളുകൾ ചോദിച്ചു, എന്തേ നിങ്ങൾ കരയുന്നത്? എന്താ സഹോദരങ്ങളെ മറുപടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പരലോക യാത്രയിൽ ഒന്നാമത് ഇറങ്ങി താമസിക്കാനുള്ള ഭവനമാണ് ഖബർ. ഫൈൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു മിൻ. അവിടെ രക്ഷപ്പെട്ടവന് തുടർന്ന് അങ്ങോട്ട് എളുപ്പമാണ്. വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻ. അവിടെ പരാജയപ്പെട്ടവൻ അതിനേക്കാൾ കഠിനമാണ് തുടർന്നങ്ങോട്ടുള്ള ജീവിത സാഹചര്യം എന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ചായ കുടിക്കാൻ, പച്ചക്കറി വാങ്ങാൻ, സാധനങ്ങൾ വാങ്ങാൻ അങ്ങോട്ട് പോയപ്പോഴും തിരിച്ചു പോന്നപ്പോഴും എത്ര ഖബറിടങ്ങളെ നമ്മളുടെ നാടിന്റെ സാഹചര്യം അനുസരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ. പക്ഷേ കണ്ണു നനഞ്ഞോ? ചെന്നു കിടക്കാനുള്ള ഇടമാണ് എന്ന ചിന്തയുണ്ടായോ? ഇവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് തുടർന്നങ്ങോട്ട് രക്ഷയുള്ളൂ എന്ന് അനേകം മയ്യത്തുകളെ ഖബറിൽ കൊണ്ടുപോയി വെച്ച് തസ്ബീഹും ചൊല്ലി തിരിച്ചു പോന്നവരെ നമുക്ക് ആ ചിന്തയുണ്ടായിട്ടുണ്ടോ എന്നതുകൂടി നാം ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം പാഠങ്ങൾ ഖബറുകൾ നമ്മെ പഠിപ്പിക്കുകയും അവിടങ്ങൾ സന്ദർശിക്കുകയും ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വന്തം ജീവിതത്തെക്കുറിച്ച് തിരിച്ചറിവുണ്ടാവുകയും ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.